വെൽക്കം ടു yet another beautiful episode of Tales of Reshma. ഇതൊരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആണ്. മോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അവൾക്ക് കൊടുത്ത ഒരു സർപ്രൈസ് വീഡിയോ ആണിത്. ഗൈസ് ഇങ്ങോട്ട് നോക്കൂ. കുറച്ച് ഉറച്ചു പറയോ? 1 മിനിറ്റ് ടൈം തരും. അതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന എന്ത് സാധനങ്ങളും എടുക്കാം. എത്ര സാധനം വേണോ എടുക്കാം 1 മിനിറ്റിനകത്ത്. അങ്ങോട്ടല്ല, ഇത് ഇങ്ങോട്ട്. പക്ഷേ ഒരു കണ്ടീഷൻ, അപ്പുറത്തതേ നല്ല മനോഹരമായ ബാഗ് ഉണ്ട്. ബാഗ് 2 പുതിയ ബാഗ് ഉള്ളത് കൊണ്ട് ബാഗ് എടുക്കൽ. ഓക്കെ, ഗുഡ് ഗേൾ. ബാക്കി നിനക്ക് എന്ത് സാധനം, ഒരു ട്രോളി കൂടെ എടുത്തു കൊടുത്തേ. എന്ത് സാധനം വേണോ 1 മിനിറ്റിനകത്ത് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പം തുടങ്ങരുത്. അച്ഛൻ വന്ന് ട്രോളി തന്ന് നോക്ക്. ഓക്കെ, നോക്കി വെച്ചു. പെട്ടെന്ന് 1 മിനിറ്റേ ഉള്ളൂ. ഏതെങ്കിലും എടുക്ക്. ഫാസ്റ്റ്. ഓക്കെ, ഗോ റൺ. ഓക്കെ, ഗോ. ഫാസ്റ്റ്. ഇതിലേതെങ്കിലും വേണോ? വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ഗോ. ഇത് ഫുള്ള് ബോക്സ്, ജോമെട്രി ബോക്സ്, പെൻസിൽ ബോക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോക്സ് ആണ്. അതൊന്നും നോക്കാൻ ആവശ്യമില്ല. ഇവിടെ നിന്ന് വല്ലതും വേണോ? നോക്ക്. ഇവിടെയുണ്ട് ബുക്ക്. രണ്ട് ബുക്കാ. 3 seconds. ടൈമായി. അയ്യോ, എത്ര ബുക്ക് എടുത്തു? ബുക്സിന്ന് ഒത്തിരി ബുക്ക് എടുത്തിട്ടുണ്ട്. 2-3 ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അത്രയും ആവശ്യമില്ല. കുറോമിയുടെ ഇതെല്ലാ ബുക്കിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ബുക്സ് അവോയ്ഡ് ചെയ്യാം. പകരം ടൈം വേറെ എക്സ്ട്രാ കൊടുക്കാം. കാരണം കുഞ്ഞല്ലേ, അറിയാതെ അവൾ എടുത്തതായിരിക്കും ഇതെല്ലാം. 10 മിനിറ്റോ? 1 മിനിറ്റ് ടൈം ഞങ്ങൾ കൊടുത്തു. പക്ഷേ അവൾ കുഞ്ഞായതുകൊണ്ട് ആ 1 മിനിറ്റ് കൊണ്ട് അവൾ കയ്യിൽ കിട്ടിയ ഒരു 3-4 ബുക്സ്, നോട്ട് ബുക്സ് ആണ് എടുത്തത്. അതിൽ നിന്ന് മാറ്റിയിട്ട് വേണമെന്നുള്ള ഒരു ബുക്കായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേറൊരു സെക്ഷനിൽ പോയിട്ട് എക്സ്ട്രാ ഒരു 15 സെക്കൻഡ് കൂടെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊരു വൈഡ് കളക്ഷനാണ്. സ്റ്റേഷനറിയുടേത്, ബുക്സ്, ബാഗ്, അങ്ങനെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ എന്താ പറയുക, സ്കൂൾ സപ്ലൈസ് എല്ലാം ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഓടി നടന്ന് കണ്ടെത്താൻ പറ്റണില്ല. അപ്പം ഞാൻ കരുതി ഫസ്റ്റ് ഞാൻ പോയിട്ട് ഏതൊക്കെ ഏരിയാസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഓരോ നമ്പേഴ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കപ്പോൾ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഇറേസർ സെറ്റുകളാണ്, വിലയും അഫോർഡബിളാണ്. അപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് ഞാനൊന്ന് പോയി സോർട്ട് ഔട്ട് ചെയ്യാം ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ആ ഓരോ റോയ്ക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പറിൽ ഇത്ര സെക്കൻഡ്, ഈ നമ്പറിൽ ഇത്ര സെക്കൻഡ് എന്നുള്ളത് കൊടുക്കാം. കാരണം ആവശ്യമില്ലാത്ത, കാരണം സ്കൂൾ ബാഗ്, പൗച്ച്, അങ്ങനത്തെ സാധനമൊക്കെ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി വീണ്ടും അവൾ എടുക്കുകയാണെങ്കിൽ എന്ന് കരുതിയിട്ട് ഓരോ കുറച്ച് ഫ്യൂ സെക്കൻഡ്, 30 സെക്കൻഡ്സ് പോലെ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നോക്കാൻ ഇറങ്ങിയതായിരുന്നു. എൻ്റെ അമ്മേ, ഇത് 1 മിനിറ്റ് അല്ല 9 മിനിറ്റ് കൊടുത്താലും കൊച്ചു കണ്ടുപിടിച്ച് തീരത്തില്ല. കാരണം ഓരോ സെക്ഷനും ഓരോ ഐറ്റംസ് ആണ്. ഒരു സെക്ഷൻ ബാഗ്, ഈ സെക്ഷൻ ഫുള്ള് കളർ പെൻസിൽ, ക്രയോൺസ്, സ്കെച്ച് പെൻ, നോർമൽ റൈറ്റിംഗ് പെന്നിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പെന്ന്. അങ്ങനെ ഓരോ സെക്ഷനും ഓരോന്നാണ്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ഇതെല്ലാം ക്രയോൺസിൻ്റെ ആണ്, ഓരോ ബ്രാൻഡഡ് ക്രയോൺസ്. പിന്നെ പെയിൻറ്റിങ് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇത് ഡോംസിൻ്റെ കുറച്ച് പെൻസിൽ, ക്രയോൺ, ഓയിൽ കളർ. ഇത് ഫുള്ള് ഡ്രോയിങ് ക്യാൻവാസ്, ഓൾറെഡി പെയിൻറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇതാണ് ഈ ഏരിയ ഫുള്ള്. ഈ റോയിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു.
ആ സെക്ഷനിൽ കണ്ടത് ക്രയോൺസും ഓയിൽ കളറിങ്ങും അങ്ങനത്തെ കളറിങ് റിലേറ്റഡ് ആണെങ്കിൽ ഇവിടെ കാണുന്നത് ഫുൾ പെൻ വെറൈറ്റീസ് ആണ്. പല ടൈപ്പിൽ പല തരത്തിൽ കണ്ടില്ലേ, വീശറിയുള്ള പെന വീശി ചെയ്ത പെപ്പാപ്പിക്കിൻ്റെയും ക്യാറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഇതെല്ലാം സ്കൂൾ സപ്ലൈസ് ആണ്. കുട്ടികളെ വശത്താക്കാൻ വേണ്ടിയിട്ട് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പല ടോപ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള പല പല ടൈപ്പ് ഓഫ് പെന്നാണിത്. ഈ ഏരിയയിൽ അവളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം മോള് പെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു പാക്കറ്റ് ഫ്ലൂറസെൻറ്റ് ഷൈനിങ് പെന്നാണ്. എനിക്ക് ഗ്ലിറ്ററൊക്കെ വരുന്ന ടൈപ്പ് പെന്നാണ്. അസൈൻമെൻ്റൊക്കെ എഴുതുമ്പോൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ കൊണ്ടുവന്ന യൂസ് ഉണ്ടോ? ഇല്ല. കിട്ടിപ്പോയി ഗായ്സ്, കാത്തിരുന്ന ആ ഒരു സെക്ഷൻ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ ഈശ്വര, ഇതിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് 1 മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവൾ ഇവിടെ മൊത്തം വാരി എടുക്കുന്നു. ഇല്ല കൺഫ്യൂസാവും, ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരും. ഇതാണ് ഗൈസ് ഗേൾസ് ഏരിയ. അതെ അതെ, ഇവിടെ കുഞ്ഞാളത് എത്തി വാരി തുടങ്ങിയിട്ടുണ്ട്. അവളിതാ നിൽക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നിനക്ക് 30 സെക്കൻഡ് സമയം തരും. 30 സെക്കൻഡ്. 1 2 3 ഗോ. ഫാസ്റ്റ്. എടി നിനക്ക് വേണമെന്നല്ല എടുക്ക്, നീ കൊണ്ട് നടക്കാതെ. ഓക്കെ, ഗോ 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 ഗോ. കൗണ്ട് ഡൗൺ ആകുമ്പോൾ പറയണേ. ഇപ്പം കഴിയും കഴിഞ്ഞെങ്കിൽ 10 സെക്കൻഡുള്ള എന്തെങ്കിലും എടുക്ക് വേണമെങ്കിൽ. 9 8 7 എടുക്ക് 9 0. ഓക്കെ, കഴിഞ്ഞു സൈം കഴിഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് എന്താ? കളറിംഗ് ബുക്കാണ്. കളറിംഗ് ബുക്ക് എടുക്കാൻ പോവാം. 30 സെക്കൻഡ് ടൈം തരും. അതിനുള്ളിൽ നീ കണ്ടുപിടിച്ചെടുത്തോളൂ. ഇതുപോലൊരു അവസരം എനിക്ക് തന്നില്ലല്ലോ ചേട്ടാ. എനിക്ക് ഒരു മിനിറ്റ് തന്നിട്ട് ഞാൻ ഈ കട തന്നെ വെളുപ്പിച്ചേ. ഇതെന്താ? എനിക്കോ മാലയാണോ? ഇവിടെ കുറേ കളറിംഗ് ബുക്സ് ഉണ്ട്. അപ്പം നിനക്ക് വേണമെന്നുള്ളത് സ്റ്റോറി ബുക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നോക്കട്ടെ, സ്റ്റോറി ബുക്കാണ്. ഇതൊക്കെ സ്റ്റോറി ബുക്സാണ് അല്ല, ഇത് ആക്ടിവിറ്റി ബുക്ക്. അപ്പം നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ 30 സെക്കൻഡ് ടൈം. The time starts. നോക്കിയോ അത്? The time starts now. Ready? 1 2 3 go. ഇനി വേണ്ടത് എടുക്ക്. നീ നോക്ക്, നിനക്ക് വേറെ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എടുക്ക്. എന്നെ കാണിക്കുന്നത് അറിയില്ല. മതിയാ ഇത്രയും? ഇത് 3-ലേത് വേണമെന്ന് ഫൈനലൈസ് ചെയ്യുന്ന ഇത് തന്നെ. ചേട്ടാ എവുക്കാണോ കനിക്കാണോ 1 മിനിറ്റ് കൊടുത്തിരുന്നെങ്കിലേ കാലിയാക്കി തന്നേനെ കട. ഓക്കെ ഓക്കെ. എന്തുവാ? കേട്ടില്ല. എന്താ പറഞ്ഞ? എനിക്കൊരു എന്നാലും എന്തോ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലെന്നാണോ? അതെ, നിനക്കൊരു കുഴപ്പമില്ല എന്നെ. അയ്യോ, മതിയോ അത്രയും? എവിടെ? ഉണ്ട്. ഓക്കെ, ഇത്രയുണ്ട്. മതിയോ? ഇത്രയും കൊണ്ട് എവിടെ പോവാ? സൈസിനൊത്തൊരു ട്രോളിയും. ഈ ഷോപ്പിംഗ് ഏറ്റവും അധികം എൻജോയ് ചെയ്തത് കനിയ. എവർക്കെങ്ങാനും 1 മിനിറ്റ് കൊടുത്തിരുന്നെങ്കിൽ. ആ വരുന്ന വരവ് കണ്ടു, അതിനകത്ത് മൊത്തം സാധനങ്ങൾ വാരി ഇട്ടിരുന്നതാണ്. ഞാനാ പിന്നെ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഓക്കെ അവൾക്കും കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് എടുത്തു കൊടുത്തു. കണ്ണയ്ക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല നെർവസ് ആയിരുന്നു. പിന്നെ ഇച്ചിരി ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു, കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. കൊണ്ടുപോയി 1 മിനിറ്റ് കൊടുക്കുക, വേണമെന്നുള്ളത് എടുക്കാം. പക്ഷേ ഞാൻ പിന്നെ ഒരു സെക്ഷനിൽ പോയിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് കൊടുത്തു, കാരണം അവൾക്കും അറിയില്ലല്ലോ, കുഞ്ഞല്ലേ. എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല, സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ പോയി വിട്ടിട്ട് 1 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ആയിരിക്കും എടുത്തിട്ട് വരുന്നത്. അങ്ങനെ സർപ്രൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഷോപ്പിംഗ് കഴിഞ്ഞു, ഞങ്ങളിതാ ഇറങ്ങി. ദാറ്റ് വാസ് ദ നൈസ് പാർട്ട് ഓഫ് ദ ഡേ. എനിക്ക് തോന്നുന്നു കണ്ണയ്യേക്കാളും എനിക്കായിരുന്നു ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് കൂടുതലെന്ന്. അല്ല, കനിക്കായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.